കൂടെ ഉള്ളതുകൊണ്ട് പാർവതി ആരും ഒന്നും പറയില്ല. പൊയ്ക്കോളൂ. തിലഹോമോ ഐശ്വര്യപൂജയും ഭംഗിയായി കഴിഞ്ഞു. ആത്മാവിന്റെ സന്തോഷം ഈ ദീപത്തിൽ കാണാം. ഇനി എല്ലാവരും പ്രസാദം സ്വീകരിച്ചോളൂ. മോനെ വിശാൽ, നീ ഇതുവരെ കുടിച്ചില്ലേ ഇത്? അല്ലെങ്കിൽ തന്നെ ആശുപത്രിയിലൊക്കെ കിടന്നിട്ട് വന്നതല്ലേ. ആരോഗ്യ കാര്യത്തില് നല്ല ശ്രദ്ധ വേണം. ഇനി മോനെ പാല് കുടിച്ചിട്ട് മതി മറ്റു കാര്യങ്ങള്. ദാ കുടിക്ക്. അമ്മയാ പറയുന്നത്. ദാ കുടിക്ക്. നിന്നോട് ഇവിടെ വരണ്ടെന്ന് ഞാൻ പറഞ്ഞതല്ലേ. വീണ്ടും വലിഞ്ഞു കയറി വന്നിരിക്കുന്നു. ശല്യം. വിനായ്, വിപിൻ, ഈ നാശത്തെ പിടിച്ച് പുറത്താക്കിയേ. തൊട്ടുപോരുത്. മാറി നിൽക്ക്. ഈ നാശം പിടിച്ചവളുടെ കാര്യത്തില് നിങ്ങൾ എന്തിനാ ഇടപെടുന്നത്? വലിഞ്ഞു കയറി വന്നിരിക്കുന്നു. പാർവതി വലിഞ്ഞു കയറി വന്നവളല്ല. പാർവതി? അപ്പൊ നിങ്ങൾക്ക് ഇവളുടെ പേരറിയാം അല്ലേ? വലിഞ്ഞു കയറി വന്നവൾ അല്ലെങ്കിൽ പിന്നെ ആരാ ഇവള്? ഇവിടുത്തെ കെട്ടിലമ്മയോ? ആ, അങ്ങനെ പറഞ്ഞാലും തെറ്റില്ല. അച്ഛാ, അച്ഛൻ എന്തോ മറച്ചു വെച്ചാ സംസാരിക്കുന്നത്. സത്യം പറയാ, ആരാ ഇവള്? ഇവളെന്നല്ല, ഏട്ടത്തിയമ്മ എന്ന് വിളിക്കണം. ഏട്ടത്തിയമ്മയോ? ഇവളെങ്ങനെ വിപിന്റെ ഏട്ടത്തിയമ്മയാവും? വിപിന്റെ ഏട്ടത്തിയമ്മ ഈ നിൽക്കുന്ന ഗാർഗിയ. വിശാൽ നിങ്ങളുടെ ചേട്ടനാണെങ്കിൽ ഈ നിൽക്കുന്ന പാർവതി നിങ്ങളുടെ എല്ലാവരുടെയും ഏട്ടത്തിയമ്മയാണ്. നിങ്ങൾ എന്താ പറഞ്ഞേ? ഇവള് വിശാലിന്റെ ഭാര്യ. മോനെ വിശാൽ, ഞാൻ ഈ കേട്ടത് സത്യമാണോ? ഞാൻ ചോദിച്ചത് കേട്ടില്ലേ? വിശാലിന്റെ അച്ഛനല്ലേ പറഞ്ഞത് ഇത് വിശാലിന്റെ ഭാര്യയാണെന്ന്? അതുപോരെ? വിശാലിന്റെ നാവിൽ നിന്ന് തന്നെ കേൾക്കണമെന്നുണ്ടോ? നല്ല ഐശ്വര്യമുള്ള മുഖം, പാവം കുട്ടി. മോളെ ഗാർഗി, കുട്ടി വല്ലാതെ പേടിച്ചിരിക്കുന്നു. മോളെ കൊണ്ടുപോയി നമ്മുടെ ഏതെങ്കിലും മുറിയിലിരുത്ത്. പ്രഭാവതി, വാ. ആരെയാ നോക്കുന്നേ? ദേവമ്മേ. ദേവമ്മയോ? അതാരാ? എന്നോട് കേറി പോവാൻ പറഞ്ഞത് ദേവമ്മയാ. എന്റെ കൂടെ ഉണ്ടായിരുന്നു. ദേവമ്മ? ആ, കൂടെ വന്ന ആരെങ്കിലും ആയിരിക്കും. കുട്ടി വാ. വാ വാ. വാ. തൽക്കാലം ഈ മുറിയിലിരുന്നോ. ഇരിക്ക്. ഈ വിശാൽ ബ്രോ എന്തൊരു കള്ളനാ. രഹസ്യമായിട്ട് വിവാഹം കഴിച്ചിട്ട് ഞങ്ങൾക്ക് ആർക്കും ഒരു സൂചന പോലും തന്നില്ല. നിങ്ങൾ തമ്മിൽ എങ്ങനെയാ ഇഷ്ടത്തിലായ? എന്താ നിങ്ങളുടെ ലവ് സ്റ്റോറി? ഭാര്യയെ കുറിച്ചുള്ള വിശാൽ ബ്രോയുടെ സങ്കല്പം ഇതായിരുന്നോ?
എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അമേരിക്കയിലെ ഏതെങ്കിലും ഒരു മാതാമ്മയോ അല്ലെങ്കിൽ ചറ പറ ഇംഗ്ലീഷ് പറയുന്ന നാടൻ മാതാമ്മയോ ആയിരിക്കും വിശാൽ ബ്രോ വിവാഹം കഴിക്കുമെന്നായിരുന്നു ഞങ്ങൾ എല്ലാരും കരുതിയിരുന്നത്. കൊള്ളാം കേട്ടോ. കലർപ്പില്ലാത്ത നല്ല നാടൻ സൗന്ദര്യം എനിക്കിഷ്ടമായി. വീട്ടിലാരൊക്കെയുള്ള? അമ്മ, അനിയത്തി, മുത്തശ്ശൻ, പിന്നെ മണിക്കുട്ടൻ. മണിക്കുട്ടൻ അനിയനാണോ? അനിയനല്ല. വന്നു കേറിയ ഉടനെ മണിയറെ കേറി അടയിരിപ്പാണല്ലേ എന്റെ മരുമോള്. അതിനിത് വിശാൽ ബ്രോയുടെ റൂം അല്ലല്ലോ. ഇവൾക്കറിയില്ലല്ലോ അത്. മണിയറയാണെന്ന് കരുതിയിട്ടായിരിക്കും ഇവള് കയറി ഞെളിഞ്ഞിരിക്കുന്നത്. എന്റെ മോന്റെ മണിയറയില് വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്ത നീയും അതിനിത്തിരി പൊളിക്കും. ഈ കുട്ടിയുടെ വിവരവും വിദ്യാഭ്യാസവും ഒക്കെ ഇഷ്ടപ്പെട്ടതുകൊണ്ടാണല്ലോ വിശാൽ ബ്രോ കെട്ടിയത്. എന്നവൻ നിന്നോട് പറഞ്ഞോ? അച്ഛൻ തന്നെയല്ലേ പറഞ്ഞത്. ഗോപിയേട്ടൻ അങ്ങനെ പലതും പറയും. ഞാൻ പറയുന്ന പെൺകുട്ടിയെ മാത്രമേ വിവാഹം ചെയ്യൂന്ന് വിശാൽ എനിക്ക് വാക്ക് തന്നതാ. പ്രഭാവതി, വാക്കിനാണോ ജീവനാണോ കൂടുതൽ വില? അങ്ങനെ ഒരു ചോദ്യം വന്നാ നീ എന്ത് ഉത്തരം പറയും? ബുദ്ധിയുള്ളവര് കൂടുതൽ വില കൽപ്പിക്കുന്നതേ സ്വന്തം ജീവനായിരിക്കും. എന്താ നിങ്ങൾ പറഞ്ഞതിന്റെ അർത്ഥം? എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവള് വിശാലിന്റെ ജീവൻ രക്ഷിക്കാൻ വന്നതാണെന്നോ? അത്ര വലിയ അഭ്യാസിയാണോ നീ? എന്റെ കുഞ്ഞിനെ ചതിച്ചതോ എല്ലാവരും. നിന്റെ കളിയാക്കലിനും മറുപടി പറയേണ്ട ബാധ്യതയൊന്നും എനിക്കില്ല പ്രഭാവതി. വിശാലിന്റെ ജീവന് പാർവതി രക്ഷകയാകുമെന്നുള്ളത് എന്റെ വിശ്വാസമാണ്. നിങ്ങളുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യാൻ ഞാനാരാ? എന്റെ വയറ്റിൽ പിറന്നില്ലെങ്കിലും എന്റെ ചൂട് പറ്റിയാ വിശാല് വളർന്നത്. അവന്റെ കാര്യത്തിൽ എനിക്കുണ്ട് ചില ഉത്തരവാദിത്തങ്ങള്. നീ എന്ത് ചെയ്യുന്നാ പറഞ്ഞു വരുന്നത്? നിങ്ങളെ എതിർത്ത് തോൽപ്പിക്കാനുള്ള കഴിവൊന്നും എനിക്കില്ല. നിങ്ങൾ ചെയ്തത് ശരിയാണെന്ന് നിങ്ങൾ പറയുന്നു. അത് തെറ്റാണെന്നാ എന്റെ അഭിപ്രായം. പക്ഷേ അത് ഞാനോ നിങ്ങളോ അല്ല തീരുമാനിക്കേണ്ടത്. ഈ നശൂലം വിശാലിന് രക്ഷകയാണോ എന്ന് സ്വാമിജി പറയട്ടെ. സ്വാമിജി പറഞ്ഞാ ഞാൻ അംഗീകരിക്കാം. അതെ, സ്വാമിജി ദക്ഷിണയും വാങ്ങി പോയി. പിന്നെ തിരിച്ചു വരാൻ പറയാനാണെങ്കിലേ സ്വാമിജി വരില്ല. തീർത്ഥാടനത്തിന് പോകുന്ന വഴിക്കാ സ്വാമിജി ഇവിടെ കയറിയത്. അതും ഞാൻ റിക്വസ്റ്റ് ചെയ്തതുകൊണ്ട് മാത്രം. തീർത്ഥാടനം കഴിയാതെ ഇനി സ്വാമിജി വരില്ല. തീർത്ഥാടനം കഴിഞ്ഞ് സ്വാമിജി വരുമല്ലോ. സ്വാമിജി പറഞ്ഞാലല്ലാതെ ഇവളെ വിശാലിന്റെ ഭാര്യയായി ഞാൻ അംഗീകരിക്കില്ല. അതുവരെ പാർവതി ഈ വീട്ടിൽ തന്നെ കഴിയും. കുട്ടി ഈ റൂം എടുത്തു. നല്ല റൂമാ. ഇവിടെയോ? ഈ വീട്ടിലോ? വലിഞ്ഞു കയറി വന്നവരൊക്കെ ഉമ്മറവാതിലിന് പുറത്ത്. അച്ഛൻ പറഞ്ഞല്ലോ. ഇവളെ കൊണ്ടുപോയി പൊട്ടിപ്പൊളിഞ്ഞ ആ ഔട്ട് ഹൗസിൽ അങ്ങോട്ട് ഇരുത്ത്. വാ. വാ. ഔട്ട് ഹൗസ് എന്നാ ഇതിന് ഞങ്ങള് പറയാ. പക്ഷെ പൊട്ടിപ്പൊളിഞ്ഞ സാധനങ്ങൾ കൂട്ടിയിടാനാ ഞങ്ങളിത് ഉപയോഗിക്കുന്നേ. ഇതിനകത്ത് ആളുകള് കാലുകുത്തിയിട്ടെ വർഷങ്ങളായിട്ടുണ്ടാവും. കണ്ടില്ലേ മാറാലയും പൊടിയും. പാർവതി ഇതിനകത്ത് കിടത്തണമെന്നാ അമ്മയുടെ ഓർഡർ. ഞാൻ ഈ പൊടി തന്നെ കിടക്കണമെന്ന് അവര് പറഞ്ഞിട്ടില്ലല്ലോ. ഇതൊക്കെയൊന്ന് മാറ്റി മാറാലയും പൊടിയൊക്കെ തട്ടി തൂത്തു തുടച്ച് വൃത്തിയാക്കിയാ ഇവിടെ സുഖമായിട്ട് കിടക്കാലോ. റൈറ്റ്. ഇതാണ് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്. നമുക്ക് ഇതങ്ങ് മെനയാക്കി എടുക്കാന്നേ. പേടിച്ചോ? പാർവതി ഇതിനകത്ത് തനിച്ചാവില്ല. 3 പേര് ഇവിടെ താമസമുണ്ട്. ഇതിനകത്തോ? ആരൊക്കെ? ഒരു മൂർഖൻ പാമ്പും ഒരു പെരിച്ചാഴിയും പിന്നെ ഒരു മരപ്പെട്ടിയും. ഞാൻ തമാശ പറഞ്ഞതല്ല. എപ്പോഴും മരപ്പെട്ടിയുടെ ശബ്ദം കേൾക്കാം. മൂർഖൻ പാമ്പേ ഇതിനകത്തേക്ക് കേറി പോകുന്നത് തേങ്ങയിടാൻ വന്ന വേലപ്പെട്ടം കണ്ടതാ. സാരമില്ല, ആൾപെരുമാറ്റം ഉണ്ടായാലേ അതൊക്കെ അങ്ങ് പൊയ്ക്കോളൂ. പൊടി തട്ടിട്ടാ. എനിക്ക് ഡസ്റ്റ് അലർജി ഉണ്ട്. എന്നാ ഗാർഗി പൊയ്ക്കോളൂ, ഇതൊക്കെ ഞാൻ വൃത്തിയാക്കിക്കോളാം. പാർവതിയെ തനിച്ചാക്കി ഞാൻ പോകുന്നില്ല. ഞാൻ പുറത്തുണ്ടാവേ. അതെ, ഞാനൊരു കാര്യം ചോദിച്ചാ സത്യം പറയോ?
ഞാൻ സത്യം മാത്രമേ പറയാറുള്ളൂ. വിശാൽ ബ്രോയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണ് വിശാൽ ബ്രോയെ കൊണ്ട് കുട്ടിയെ വിവാഹം കഴിപ്പിച്ചതെന്നേ അച്ഛൻ പറഞ്ഞില്ലേ? അത് സത്യമാണോ? അത് പറയാം. അതിനു മുമ്പ് ഞാനൊരു കാര്യം ചോദിക്കട്ടെ? സത്യം പറയോ? ഞാൻ കള്ളൊക്കെ പറയാറുണ്ട് കേട്ടോ. പക്ഷെ ഞാൻ പാർവതിയോട് സത്യം മാത്രം പറയാം. ചോദിക്ക്. അദ്ദേഹത്തിനെ എന്ന് പറഞ്ഞ വിശാൽ ബ്രോയല്ലേ? ആരെങ്കിലും അപകടപ്പെടുത്താൻ ശ്രമിക്കുന്നതായിട്ട് കുട്ടിക്ക് തോന്നിയിട്ടുണ്ടോ? അത് പിന്നെ ഞാനിപ്പോ വരാവേ. പാർവതിയെ നിനക്ക് മരുമകളായി അംഗീകരിക്കാം, അംഗീകരിക്കാതിരിക്കാം. അത് നിന്റെ ഇഷ്ടം. പക്ഷേ എനിക്കവൾ എന്റെ മരുമകൾ തന്നെയാണ്. പൊടിയും മാറാനേയും നിറഞ്ഞ ഔട്ട് ഹൗസിലേക്കല്ല അവളെ പറഞ്ഞയക്കേണ്ടത്. ഞാൻ അവളെ വിശാലിന്റെ ബെഡ്റൂമിലേക്ക് എഴുന്നള്ളിച്ച് കൊണ്ടുപോകണമെന്നാണോ നിങ്ങൾ പറഞ്ഞു വരുന്നത്? വേണ്ട. സ്വാമിജി പറയുന്നത് വരെ വിശാലും പാർവതിയും ഒരു ബന്ധവും ഇല്ലാത്തവരെ പോലെ 2 മുറി കഴിഞ്ഞോട്ടെ. പക്ഷേ 2 കെട്ടിടത്തിൽ കഴിയണമെന്ന് നീ വാശി പിടിക്കരുത്. ഔട്ട് ഹൗസിൽ കിടക്കേണ്ടവളല്ല എന്റെ മരുമകൾ. ഈ വീട്ടിലെ ഏറ്റവും നല്ല മുറി നീ അവൾക്ക് നൽകണം. ആയിക്കോട്ടെ, ഇത് നിങ്ങളുടെ വീടാണല്ലോ. പറ്റില്ല എന്ന് പറയാൻ ഞാനാരാ? അവൾക്ക് ഏത് റൂം കൊടുക്കണമെന്ന് ഗോപിയേട്ടൻ പറഞ്ഞാ മതി. പക്ഷേ ഞാൻ എന്റെ മക്കളെ ഈ വീട്ടിൽ നിന്ന് പറഞ്ഞയക്കും. അതിന്റെ കാരണം എന്താ നിങ്ങൾ ചോദിക്കാത്തെ? നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. അറിവും പഠിപ്പും ലോകവിവരമുള്ള വിശാലിനെ കണ്ണും കയ്യും കാണിച്ച് നിഷ്പ്രയാസം പാട്ടിലാക്കി അവൾക്ക് വിനയും വിപിനെയും പാട്ടിലാക്കാനാണോ പ്രയാസം? പ്രഭാവതി, ഏട്ടത്തി അമ്മയ്ക്ക് അമ്മയുടെ സ്ഥാനമുണ്ട്, അത് ഞാനും സമ്മതിക്കുന്നു. പക്ഷേ ഈ ഒരുമ്പെട്ടവളെ അമ്മയായി കാണാനുള്ള ഗതികേട് എന്റെ മക്കൾക്കില്ല. നിന്റെ വാക്കുകൾ അതിര് കിടക്കുന്നുണ്ട് പ്രഭാവതി. വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കേ. അവള് പറയുമ്പോ നിങ്ങൾക്ക് എന്തിനാ പൊള്ളുന്നേ? അതാ എനിക്ക് മനസ്സിലാവാത്തത്. നിങ്ങൾ എന്റെ ഭർത്താവ് തന്നെയാ. ആ സ്നേഹവും ബഹുമാനവും ഒക്കെ വെച്ചുകൊണ്ട് തന്നെയാ ഞാൻ ഈ പറയുന്നത്. അവൾ ഈ കുടുംബത്തിന്റെ മരുമകളാണെങ്കിൽ അത് നിങ്ങൾ ചെയ്ത ഏറ്റവും വലിയ വിവരക്കേടാ. ലോകത്തിലെ ഒരച്ഛനും ഒരു കുടുംബനാഥനും സാമാന്യ ബുദ്ധിയുള്ള ഒരു മനുഷ്യൻ പോലും ഇങ്ങനെ ഒരു വിവരക്കേട് ചെയ്യില്ല. ഗായത്രി, ഇവിടെ നടക്കുന്നതെല്ലാം നീ അറിയുന്നുണ്ടല്ലോ അല്ലേ? നീ അറിയുന്നുണ്ടെന്നാണ് എന്റെ വിശ്വാസം. നമ്മുടെ മോനെ കാണാനാവാതെ ഒരു നിമിഷം പോലും നിൽക്കാൻ നിനക്കാവില്ലെന്ന് എനിക്കറിയില്ലേ? നീ ഇവിടെ എവിടെയോ ഉണ്ട്. ഇവിടെ നടക്കുന്നതെല്ലാം നീ കാണുന്നുമുണ്ട് അല്ലേ ഗായത്രി? നമ്മുടെ മോന് വലിയ വിദ്യാഭ്യാസമുള്ള, വലിയ നിലയിൽ ബിസിനസ് ചെയ്യുന്ന, കോടികൾ ആസ്തിയുള്ള നമ്മുടെ മോന് ഭാര്യയായി ഒരു കുഗ്രാമത്തിൽ ജനിച്ചു വളർന്ന പഠിപ്പും പരിഷ്കാരവും ഇല്ലാത്തൊരു പെൺകുട്ടി. ഞാൻ വിവരക്കേട് ചെയ്തെന്ന പ്രഭാവതി പറയുന്നത്. സൗന്ദര്യവും സമ്പത്തും വിദ്യാഭ്യാസവും ഒക്കെയുള്ള തറവാടിത്തമുള്ള ഒരു നല്ല പെൺകുട്ടിയെ നമ്മുടെ മോന് വേണ്ടി കണ്ടെത്താൻ എനിക്ക് കഴിയാഞ്ഞിട്ടല്ല. പക്ഷേ അവർക്കാർക്കും വിശാലിന്റെ ജീവന് സുരക്ഷ നൽകാൻ കഴിയില്ലല്ലോ. എല്ലാ യോഗ്യതകളുമുള്ളവളെ വിവാഹം കഴിച്ചാൽ നമ്മുടെ മോന് അല്പായുസ ഉണ്ടാവും. പക്ഷേ യോഗ്യത കുറഞ്ഞ പാർവതിക്ക് അവന്റെ ജീവൻ സംരക്ഷിക്കാൻ കഴിയും. ഏതാണ് ഞാൻ തിരഞ്ഞെടുക്കേണ്ടത്? ഞാൻ കുറെ ആലോചിച്ചു. എന്റെ കണ്ണടയുന്നത് വരെ നമ്മുടെ മോനെ ജീവനോട് എനിക്ക് കാണണം. അതുകൊണ്ട് മാത്രം പാർവതിയുടെ കഴുത്തിൽ ഞാൻ നമ്മുടെ മോനെ കൊണ്ട് താലി ചാർത്തിച്ചു. ഇനി പറ, ഞാൻ ചെയ്തത് വിവരക്കേടാണോ? പറയ് ഗായത്രി.
ഞാൻ ഗായത്രിയോട് എന്തൊക്കെയോ. ഞാൻ കേട്ടു. ഗോപിയേട്ടാ, ആ വിശാലിന്റെ ആ അപകടത്തിന് പിന്നിൽ പ്രഭാവതിയും മക്കളും ആങ്ങളെയൊക്കെയാണോ? ഗോപിയേട്ടൻ ചേച്ചിയോട് പറഞ്ഞത് മുഴുവൻ ഞാൻ കേട്ടു. വിശാലിന്റെ ജീവൻ രക്ഷിക്കാൻ ഒരു പെൺകുട്ടിയെ ഇവിടെ കൊണ്ടുവന്ന് നിർത്തണമെങ്കിൽ അവന്റെ ശത്രു ഈ വീട്ടിൽ തന്നെ ഉള്ള ഒരാളാണെന്നല്ലേ അർത്ഥം? അതൊരിക്കലും ഞാനല്ല, ചേട്ടനുമല്ല. മറ്റാരെയാ ഞാൻ സംശയിക്കേണ്ടത്? രാധികയ്ക്ക് തെറ്റിയില്ല. പ്രഭാവതിയും പ്രതാപനും ഒക്കെ ചേർന്ന് നമ്മുടെ വിശാലിനെ. അതാണ് സത്യം. ഗോപിയേട്ടാ, അത് നമ്മുടെ വിശാലിനെ അറിയോ? ഇല്ല, പറഞ്ഞാലും അവൻ വിശ്വസിക്കില്ല. പ്രഭാവതിയെ അവൻ എന്നെക്കാളും വിശ്വാസമാണല്ലോ. ആരോടും എനിക്ക് ഒന്നും തുറന്നു പറയാൻ കഴിയില്ല. അതാ ഇപ്പോഴത്തെ എന്റെ ഏറ്റവും വലിയ ധർമ്മസങ്കടവും. പക്ഷേ അത് പറയാതിരുന്ന? എനിക്കറിയില്ല രാധികെ, ഞാൻ എന്റെ ജീവിതത്തിൽ ചെയ്ത ഏറ്റവും വലിയ മണ്ടത്തരം എന്താന്ന് ചോദിച്ചാ രണ്ടാമതൊന്നും ആലോചിക്കാതെ എന്റെ മോനും പറയും പാർവതിയെ അവന്റെ തലയിൽ ഞാൻ കെട്ടിവെച്ചു എന്ന്. പക്ഷേ രാധികയ്ക്കറിയോ, ഞാൻ ആ കുട്ടിയെ വിശ്വസിച്ചേൽപ്പിച്ചിരിക്കുന്നതേ എന്റെ മരുമകളെന്ന സ്ഥാനം മാത്രമല്ല, എന്റെ മകന്റെ ജീവൻ കൂടിയാ. മറ്റൊരു പോംവഴിയുമില്ല എന്റെ കയ്യിൽ. പക്ഷേ ഗോപിയേട്ടാ, ഉദ്ദേശിച്ച കാര്യം നടത്തിയെടുക്കാൻ പ്രഭാവതിയും പ്രതാപനും ഒക്കെ ഏതറ്റം വരെയും പോവും. അവരോടൊക്കെ പിടിച്ചു നിൽക്കാൻ അവളെ പോലൊരു നാട്ടുമ്പുറത്തുകാരിക്ക് കഴിയോ? അവരിവിടെ വെച്ചായിരിക്കും ആ കാറപകടം ആസൂത്രണം ചെയ്തത്, ഗോപിയേട്ടന്റെ കൺമുന്നിൽ വെച്ച്. എന്നിട്ട് പോലും ഗോപിയേട്ടനത് മനസ്സിലാക്കാൻ പറ്റിയില്ല. പക്ഷെ നമ്മുടെ വിശാലിന്റെ ആയുസിന്റെ ബലം കൊണ്ട് അവരുദ്ദേശിച്ചതുപോലെ നടന്നില്ല. വളരെ ബുദ്ധിപൂർവം കരുക്കൾ നീക്കുന്ന പ്രതാപനും പ്രഭാവതിക്കും ആ കുട്ടിയുടെ കണ്ണു വെട്ടിക്കാനാണോ പ്രയാസം? ആ കുട്ടിയുടെ കണ്ണു വെട്ടിക്കാൻ കഴിയില്ല രാധികെ. ആയുസിന്റെ ബലം കൊണ്ട് വിശാല അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് രാധിക പറഞ്ഞില്ലേ? അവന്റെ ആയുസിന്റെ ബലം അവള് തന്നെയാ, പാർവതി. പക്ഷേ ഗോപിയേട്ടാ, എനിക്കൊരു സംശയം. വിശാലിന് അപകടമൊന്നും വരാതെ നോക്കാൻ പാർവതിക്ക് കഴിഞ്ഞേക്കും. അതോടെ അവളെയും പ്രഭാവതി ശത്രുവായി കാണാൻ തുടങ്ങും. അവരുടെ ചതിയിൽ നിന്നും പാർവതിയുടെ ജീവൻ ആര് രക്ഷിക്കും? രാധിക പറയുമ്പോഴാ അത് ഞാൻ ഓർക്കുന്നത്. വിശാലിന്റെ ശത്രു രണ്ടാനമ്മയാണെന്ന് പാർവതിക്ക് അറിയോ? ഇല്ല, ഞാൻ അതൊന്നും തുറന്നു പറഞ്ഞിട്ടില്ല. അത് പറയണം ഗോപിയേട്ടാ. പ്രഭാവതിയെയും പ്രതാപനെയും വിനയെയും വിപിനെയും ഒക്കെ സൂക്ഷിക്കണമെന്ന് പാർവതിയോട് തുറന്നു പറയണം. എങ്കിൽ മാത്രമേ അവക്ക് മുൻകരുതൽ എടുക്കാൻ കഴിയൂ. ഇല്ലെങ്കിൽ വിശാലിനെ രക്ഷിക്കാൻ വന്ന പാർവതിയുടെ ശവം നമ്മൾ കാണേണ്ടി വരും. ദീപം നൽകിയ മരുമകളെ സ്വീകരിക്കേണ്ടത് എന്റെ മരുമകളുടെ കയ്യിൽ ആദ്യം വെച്ചു കൊടുത്തത് ചൂല്. ആരും ഉപയോഗിക്കാത്ത കുറെ മുറികളുണ്ട് വീട്ടിൽ. പക്ഷേ നിനക്ക് പ്രവേശനമില്ല. പ്രഭാവതിയുടെ കൽപ്പന. പ്രഭാവതി മോൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. എന്റെ രണ്ടാം ഭാര്യ. ഗായത്രി പോകുമ്പോ വിശാൽ കുട്ടിയാ. അതിനുശേഷം അവനെ വളർത്തിയത് പ്രഭാവതിയാ. അതുകൊണ്ട് തന്നെ വിശാലിന്റെ കാര്യങ്ങളിൽ ഇടപെടാനുള്ള സ്വാതന്ത്ര്യം അവൾക്കുണ്ട്. അതുകൊണ്ടാ
മോൾക്ക് ഇവിടെ കഴിയേണ്ടി വന്നത്. ഈ പൊടിയും മാറാലയും പിടിച്ച ഔട്ട് ഹൗസിലല്ല മോളെ കിടത്തേണ്ടതെന്ന് എനിക്കറിയാം. മോൾ ഈ അച്ഛനോട് ക്ഷമിക്കണേ. സാർ എന്നോട് ക്ഷമ പറയുന്നോ? അതിന്റെ ആവശ്യമില്ല സർ. എന്നെ ഉപേക്ഷിച്ചിട്ട് പോയ ഭർത്താവിന്റെ കുടുംബത്തിലേക്ക് എന്നെ ആരതി നൽകി സ്വീകരിക്കില്ലെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാ ഞാൻ ഇവിടേക്ക് വന്നത്. ഒരു ഭാര്യയുടെ സ്ഥാനം ആഗ്രഹിച്ചിട്ടോ മരുമകളുടെ സ്ഥാനം ആഗ്രഹിച്ചിട്ടോ ഒന്നുമല്ല. ദേവി മനക്കണ്ണിൽ കാണിച്ചു തന്ന ഒരു കാഴ്ചയെക്കുറിച്ച് സാറിനെയോ സാറിന്റെ മോനെയോ അറിയിക്കാൻ വേണ്ടി മാത്രമാ ഞാൻ ഇങ്ങോട്ട് വന്നത്.